3 ബർഗേഴ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ബർഗറാണ്. ഇതൊരു സ്പെഷ്യലാണ്. ഇത് ഓറഞ്ച് ചിക്കൻ ആണ്. ലെഗ് പീസ് തന്നെ. ഓക്കെ, നീ പോയിട്ട് അടുപ്പ് കത്തിക്കുക. ഇതുപോലത്തെ ഒരു ഉരുളി ഉണ്ടല്ലോ, എടുത്ത് അടുപ്പത്ത് വെച്ചേക്ക. ഇച്ചിരി വെള്ളം ഒഴിച്ചു വെച്ചേരെ. ഓക്കെ. മാളു, ഒന്ന് വരുവോ? ഞാൻ പറഞ്ഞ ഇത് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവന്നാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ തന്നെ പടമൊന്നുമില്ല, വീഴാൻ പോയി. ഷോ, രാവിലെ ഒരു വീഴ്ച കഴിയേണ്ടതാ. പക്ഷെ എനിക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വന്നപ്പോഴേ കിരണിന് ഓർമ്മ വന്നു. അന്ന് നിങ്ങൾ രണ്ടുപേരും ആരോഗ്യമുള്ള മനുഷ്യന്മാര്, ഞാനത് സാരിയല്ലേ കൊടുത്തിരിക്കണേ. അപ്പൊ എങ്ങാനും വീണത് തന്നെ. മറ്റേ ആ വെള്ളത്തിലെടുത്ത മാളു ഇതാണോ? ഇതെന്തെങ്ങനെ? ഞാൻ വെള്ളത്തിലിട്ട് ഫ്രൈ ചെയ്യും, ഞണ്ട് ഫ്രൈ ചെയ്ത പോലെ. അല്ല അമ്മായി, എല്ലാത്തിലും ഗസ് കൂടിക്കോളും. ഇട്ടോ മാളു. എന്നാലും ഇത്ര പുക വരാൻ കാരണം എന്താ? അറിഞ്ഞൂടാ. നിങ്ങൾ പോക്കോ, ഞാൻ സ്നാക്സ് എടുത്തോണ്ട് വരാം. പേടിച്ചോയാ നീ? പേടിക്കാൻ വേണ്ടിയിട്ടാ ചെയ്തത്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അവക്കടോ നീ കഴിച്ചിട്ടില്ല? പക്ഷെ മറ്റു സലാഡായിട്ട് കഴിച്ചിട്ടുണ്ട്, അല്ലാണ്ട് എങ്ങനെ കഴിച്ചിട്ടില്ല. ഇതിപ്പോ ഇതിന്റെ പുറം കണ്ടപ്പോഴേ നെയ്യപ്പത്തിന്റെ ഉണ്ണിയപ്പത്തിന്റെ ഒക്കെ പുറം പോലെ ഇരിക്കുന്നു. ഉണ്ണിയപ്പത്തിന്റെ ബട്ടർ ഫ്രൂട്ട് എന്നും പറയും. അതൊക്കെ അറിയാലേ? പഞ്ചസാര എവിടെ? പഞ്ചസാര ഞാനൊരു പേരിനെടുത്ത് തന്നതാ, അല്ലാണ്ട് ഇതിൽ പഞ്ചസാര ഒന്നിട്ട് ആരും കഴിക്കൂല. എല്ലാ സാധനത്തിനും ഞാൻ മുളക് പൊടി ഉപ്പ് കൊടുക്കുന്ന പോലെ ഇതിന് ഒരു വെറൈറ്റിക്ക് വേണ്ടി എടുത്തേ ഉള്ളൂ. വെറൈറ്റി വേണം. ഇഷ്ടപ്പെട്ടില്ലല്ലേ? കുറച്ചുകൂടെ പഴുക്കണമായിരുന്നേ. നോക്കുമാളൂ, പാഷൻ ഫ്രൂട്ട് കഴിക്കാൻ പോണോ അയാള്? പഞ്ചസാര പഞ്ചസാര നിനക്ക് വേണോ? എന്നെ കുറ്റം പറയല്ലേ, ഞാനോടും ഇട്ടോ. ഇടാൻ വേണ്ടി ഞാൻ എടുത്തു. ഇളക്കി തരാനോ? കൈ പിടിക്കാൻ ബലം ഉണ്ടോ? ഞാൻ വെച്ചാൽ എന്നോടാണ് നീ ചോദിക്കണേന്ന്. പഞ്ചസാര ഇട്ടപ്പോഴല്ലേ ടേസ്റ്റ്. ഇന്ന് വരെ അത് പച്ചക്ക് വെച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ചേച്ചി, ഇത് ഫ്രൂട്ട്. അടുത്ത സ്നാക്സ് എന്തുവാ? ഓ, ഒന്ന് കഴിച്ച് തീരുന്നില്ല. അതിന് മുന്നേ അവൾ അടുത്തതിനെ കുറിച്ചാണ് ആലോചിക്കുന്നത്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്തത് സർപ്രൈസ്. അത് നമുക്കിങ്ങനെ വരും. വരുമോ?
അത് നിനക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ്. അമ്മായിയുടെ കാര്യം എനിക്കറിയില്ലേ. ഓഹോ, പഞ്ചസാര ഇല്ലാതെ ഇങ്ങനെ തിന്നാനേ. ഇതിന്റെ കുരു വെച്ചെന്തോ ചെയ്യും. എറിയും. അവളിനെ നോക്കിയത് ഓട്ടം കണ്ടമ്മായി ചെയ്യും ആളു. ഇത്രയും ഗുണമുള്ള ഈ അവക്കാഡോയുടെ കുരു ഗുണമില്ലാന്ന് പറയാൻ പറ്റും. ഞാൻ കൊള്ളാം. ഈ ഫ്രൂട്ടിനെ പറഞ്ഞു കൊളാക്കി പോകല്ലേ, പറഞ്ഞത് കഴിക്കാൻ പറ്റാതായി. അടിച്ച് ഇത് പൊരിക്കുവോ? ഇനി ഇത് എണ്ണയിൽ പൊരിക്കും. അപ്പൊ വെറൈറ്റി ഒന്നുമില്ലേ? എന്റെ പൊന്നുമാളു, നീ അങ്ങനെയൊന്നും അവളടുത്ത് ചോദിക്കാതെ, അവളെ മനസ്സിൽ ഓരോ ഐഡിയ ഉണ്ട്. അതനുസരിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടിയല്ലേ നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാ. പറഞ്ഞു കേട്ടാ? ആ കേട്ടല്ല. അപ്പൊ ഒന്നും ഇല്ലേ? അപ്പൊ ഒന്നും ഇല്ലേന്നല്ല, നീ ഇപ്പൊ എല്ലാം വെറൈറ്റി ഉണ്ട്. ചോദിച്ചത് കൊണ്ട് നീ ഒരു കാര്യം ചെയ്യും. ഞാൻ അവിടെ ഓറഞ്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലെ കുരുക്കളെല്ലാം കളഞ്ഞിട്ട് ഓറഞ്ച് ജ്യൂസ് ആക്കി കൊണ്ടുപോവാ. മധുരം ഇടരുത്. ഓക്കെ. അല്ല മോളെ, ഈ ഓറഞ്ച് നീ ജ്യൂസ് അടിക്കാൻ പറഞ്ഞില്ലേ, അതിപ്പോ എന്തിനാണ്? ചിക്കനിലിടാൻ. ആണോ? അവളിപ്പോ ജ്യൂസ് അടിച്ച് കുടിക്കാനെന്ന് പറഞ്ഞ് കൊണ്ടുവരൂ. അങ്ങനെ ഇപ്പൊ തീരെ ഞാൻ വെറുതെ കളയൂല മോളെ. കോൺഫ്ലവറാ? കോൺഫ്ലോർ. ഞാനേ ഓറഞ്ച് ജ്യൂസ് നേരത്തെ അടിച്ച് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ ജ്യൂസ് കുറച്ചു നേരം ഇരുന്ന കയ്പ് കയറും. ചേച്ചി ഇപ്പൊ തൊള്ള തുറക്കാൻ പോയതാ ഞാൻ. ഇപ്പൊ തൊള്ള തുറക്കാൻ ചേച്ചി ചേച്ചി ഇന്ന് രാവിലെ നീ കുടിച്ചു മാളു? ഞാൻ കുടിച്ചില്ല. പഞ്ചസാര ഇല്ലാത്ത ജ്യൂസ്. പഞ്ചസാര ഇല്ലാത്ത ജ്യൂസ് അല്ലേ കുടിക്കേണ്ടത്. നീ വരുമ്പോഴല്ല കാണുമ്പോഴേ മറ്റേ ചുടുകെട്ട് പൊടിച്ചിട്ട് നമ്മള് പണ്ട് കളിക്കത്തില്ലേ, അതേപോലെ ഉണ്ട്. എണ്ണ ചൂടായ? നല്ലോണം ചൂടായ? നല്ല വണ്ണം ചൂടായി. കണ്ണാപ്പ ഇപ്പൊ ആവശ്യമില്ല, അത് ഇതായിട്ട് ആവശ്യമുള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് വന്നാൽ മതിയായിരുന്നു. ഒരു ആവറേജ് ലെവൽ ചൂടേ എനിക്ക് പാടുള്ളൂ. ഇതുകൊണ്ട് പന്തം കത്തിച്ചു വെച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അവിടെ വച്ചിട്ട് വാ വേണ്ട ഇങ്ങോട്ട്. വരാം. ഒരു രണ്ടും കൂടെ കരിച്ച് എന്റെ ചിക്കന നശിക്കും.
ചേച്ചി ഇതൊന്നും നമ്മളിവിടെ വെക്കാറില്ലല്ലോ. പിന്നെ എന്തൊക്കെ അതൊക്കെ ഉണ്ട്. എന്തുണ്ടാക്കാൻ പോണേ? അതൊക്കെ ഉണ്ട്. നീ എന്നോട് ചോദിച്ചില്ലേ അടുത്ത സ്നാക്സ് എന്താന്ന്? അടുത്ത സ്നാക്സ് പക്ഷെ എന്നാ ചേച്ചി ഇങ്ങനെയൊന്നും വയ്ക്കാറില്ലല്ലോ ഇവിടെ. പിന്നെ എന്താ വെച്ചേ? എൻ്റെ മാളു, നീ എന്നോടൊരു പൂ ചോദിച്ചാ ഞാൻ നിനക്ക് പൂക്കാലം തരും. അപ്പൊ എന്ത് പോക്കാലോ നമ്മളെ? ഇവിടെ ഞാനൊരു പൂക്കാലം നിനക്ക് ഞാൻ തരും. നോക്കിക്കോ, സർപ്രൈസ്. ഞാൻ ചേച്ചിയുടെ എല്ലാ ആഗ്രഹങ്ങളും പറയാറില്ലേ, കൊറേ എനിക്ക് ഇഷ്ടമുണ്ടെന്ന്. ചേച്ചി അതൊക്കെ ഉണ്ടാക്കി തരാറുണ്ട്. പക്ഷെ ഇതെന്താ? അതല്ലേ സ്പെഷ്യൽ. കണ്ടിട്ടൊന്നും മനസ്സിലാവണമില്ല. സോസ് അത് ഇത്. നീ ഞെട്ടുമെന്ന് ഞാൻ പറഞ്ഞ ഇതാണോ? എന്താ പറ, സസ്പെൻസ് കളയില്ല ചേച്ചി. സസ്പെൻസ് വേണ്ടേ നിനക്ക്? ഇല്ല, വേണ്ട. എല്ലാവരും സസ്പെൻസ് ഒക്കെ ആഗ്രഹിച്ച് സർപ്രൈസ് ഗിഫ്റ്റും സർപ്രൈസും ഒക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നിനക്ക് അത് വേണ്ട. അല്ല, അത് പെട്ടെന്ന് തീർക്ക്. പെട്ടെന്ന് തീർക്കണോ? ശരി, നമ്മുടെ ഗസ്റ്റ് അതാ വരൂ. ഇത് തൂക്കാൻ പറക്കില്ല ചേച്ചിയല്ലേ? ഹായ്. ഹായ്ടാ. ഹായ് മാളു. ഞെട്ടിയോ? അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ഞങ്ങൾ തമ്മിലൊരു എന്താ പറയാ, അഗാധമായ ബന്ധം. ഇവിടെ വെച്ചാ മതിയാടാ. അപ്പൊ ചേച്ചിയുടെ സാധനങ്ങളാണോ അതൊക്കെ? പിന്നെ അല്ലാതെ, നിനക്ക് ബർഗർ ഉണ്ടാക്കി തരണം എന്ന് എനിക്കൊരു ഇൻഫോർമേഷൻ കിട്ടി. താങ്ക് യു. അല്ല, സ്റ്റോറിയാ? നിനക്ക് ബർഗർ വേണോ നീ എന്നോട് ചോദിച്ചാ? ചോദിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, മൊബൈൽ വഴി ഓർഡർ ചെയ്യാം എന്ന് വിചാരിച്ച് വിളിച്ചു. ഒരു അജ്ഞാത മെസ്സേജ് വന്നു. ഒരച്ച എടുത്തു നോക്കിയപ്പോ പ്രൊഫൈല് ഭയങ്കര പരിചയമുള്ള ഒരു ചേച്ചി. ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ അങ്ങോട്ട് കൊണ്ട് ഡയറക്റ്റ് ഉണ്ടാക്കി കൊണ്ട് തരുമെന്നും പറഞ്ഞു. പിന്നെ ഒറ്റ വിടലായിരുന്നു ഇങ്ങോട്ട്. നേരെ മാളൂനെ കാണാനായിട്ട് വന്നു. അപ്പൊ നമുക്ക് പരിപാടി തുടങ്ങിയാലോ? പിന്നെന്താ? ഇതല്ലേ പാൻ, ഉദ്ദേശിച്ച പാൻ ഇതല്ലേ? ഇത് തന്നെ മതി. നമ്മൾ അടുപ്പത്ത് വെക്കുന്ന ഈ പാനാ, അതുകൊണ്ടാണ് ഇത് തന്നെ വെച്ചത്. മതി മതി. എന്റെ കരങ്ങൾ വേണോ? കൈപ്പുണ്യമുള്ള കാര്യങ്ങൾ ഒത്തിരി വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ ഫുഡൊക്കെ കഴിക്കാൻ കൊതിയുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടിട്ട് എന്റെ കൈപ്പുണ്യം നമുക്ക് ടെസ്റ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. ഞെട്ടിയാ മാളോ? ഞെട്ടല് മാറണല്ല. മാറണില്ല. ആക്ച്വലി ഇതല്ലേ ചേച്ചിയുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത്? എന്താ ഇതിലുള്ള? ഇതിനകത്ത് ചിക്കനാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. 3 ബർഗേഴ്സ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരെണ്ണമാണെങ്കിൽ നിങ്ങൾക്ക് കടയിൽ 3 ഇപ്പൊ നമ്മളിപ്പോ കറന്റ് കൊടുക്കുന്നില്ല, കസ്റ്റമേഴ്സിന്റെ തിരക്ക് കാരണം. അപ്പം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നത് ആ സ്പെഷ്യൽ ആയിട്ടുള്ള ബർഗർ. ട്രേഡ് സീക്രട്ട് ആണോ? ചേച്ചി ഒരു വട്ടം കഴിച്ചതെല്ലാം ഇപ്പൊ പുറത്തു വരും. അത് തന്നെ. നിങ്ങൾ ദുക്കാൻ ബർഗേഴ്സിന്റെ സെക്കൻഡ് ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ചേച്ചി നാളെ തൊട്ട് എനിക്ക് ദൂക്കാൻ ബർഗർ ആയി കൊണ്ടാക്കി തന്നെ. അപ്പൊ ഇന്ന് ഷോപ്പ് തുറക്കൂല? ഇന്ന് ഷോപ്പുണ്ട്. പിന്നെ നിങ്ങൾക്ക് എനിക്ക് ബർഗർ ഉണ്ടാക്കി തരാതിരിക്കാൻ പറ്റുമോ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ചെന്നിട്ടുണ്ട്. നാളെ കൊറേ നാളായി പറയണേ ബർഗർ വേണം. അവൾ എന്താഗ്രഹം പറഞ്ഞാലും സാധിച്ചു കൊടുക്കാറുണ്ട്. ഇല്ലേ മാളു? പറമാളു, പൊക്കി പറമാളു എന്നെ. അതെ, എനിക്ക് ബർഗർ മാത്രമല്ല, ഇനിയും കുറച്ച് പുതിയ സാധനങ്ങളൊക്കെ കടയിൽ കൊടുത്തു. എന്നിട്ട് എഴുതി വെക്കണം സജിദാസ് പ്രോഡക്റ്റ് ആണെന്നും കൂടി. സജിതാന്നും കൂടി. ഇതിലാണോ കേട്ടോ, ചുമ്മാ അല്ല, സൂപ്പറാണ്. ചേച്ചി ഞണ്ട് ബിരിയാണി ട്രൈ ആണ്. നീ എന്നെ പൊക്കാൻ പറഞ്ഞുകൊണ്ട് കണ്ടിട്ടുണ്ട് ഞണ്ടൊക്കെ നമ്മളിങ്ങനെ വീഡിയോസിൽ ഇങ്ങനെ മീനിന്റെ മുള്ളൊക്കെ ഉണ്ടല്ലോ കടിക്കുന്ന കാണുമ്പോൾ സത്യം പറഞ്ഞ കൊതി വരും. ഈ ഇടയ്ക്ക് ഞാൻ പറഞ്ഞുതരാം, ഒരു ഹണി ഒഴിച്ച് ചിക്കൻ തന്തൂരി ചിക്കൻ ആണോ? പുൽഷവായ അല്ലേ? ഹണി പുൽഷവായ. അത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ചേച്ചി ട്രൈ ചെയ്ത് നോക്കണം. മാളു മതി. ചേച്ചി നിങ്ങൾ രണ്ടും ഒരേ ഫീൽഡ് അല്ലേ? ഇല്ല, നിങ്ങൾ രണ്ടും ഒരേ ഫീൽഡ് അല്ലേ? അപ്പൊ രണ്ടുപേർക്ക് കുക്ക് ചെയ്യാൻ ഇഷ്ടമാണല്ലോ അല്ലേ? അപ്പൊ നല്ല ഫുഡുകൾ ഉണ്ടാക്കി കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. എനിക്ക് കഴിക്കാൻ മാത്രമേ ഇഷ്ടമുള്ളൂ, ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടമല്ലല്ലോ.
എടാ നീ നിന്റെ പ്രൊഫഷൻ ശരിക്കും വേറെയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അതെ അതെ, ഞാൻ സിവിൽ സർവീസ് പഠിക്കാനാണ് ട്രിവാൻഡ്രത്തേക്ക് ആദ്യമായിട്ട് വരുന്നത്. എന്റെ ഹോം ടൗൺ വന്നിട്ട് ആലപ്പുഴയാണ്. അങ്ങനെ അത്യാവശ്യം അക്കാഡമിക്സിലൊക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ സിവിൽ സർവീസ് പഠിക്കാനായിട്ട് എന്നെ കൊണ്ടാക്കുന്നതാണ് ഇവിടെ വീട്ടിൽ നിന്ന്. അങ്ങനെയാണ് എന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ 1-2 അറ്റംപ്റ്റ് ഒക്കെ കഴിഞ്ഞു. പക്ഷെ എന്റെ ആഗ്രഹം കണ്ടന്റ് ക്രിയേഷനും ബിസിനസ്സും ചെയ്യണമെന്നായിരുന്നു. ബിസിനസ് ചെയ്യാൻ വീട്ടിൽ പൈസ ചോദിച്ചപ്പോൾ അച്ഛനെ ഓടിച്ചു വിട്ടു. അപ്പൊ എങ്ങനെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത്? എനിക്ക് പൈസ വന്നില്ല, എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ സിവിൽ സർവീസ് പഠിക്കുന്നത് തന്നെ പറഞ്ഞ് പിന്നെ എനിക്ക് ഒത്തിരി ബുക്സ് ഒക്കെ വായിക്കാനായിട്ടൊക്കെ മേടിച്ചൊക്കെ തരുമായിരുന്നു. പഠിത്തത്തിൽ ഫുൾ സപ്പോർട്ടായിരുന്നു. നല്ല രീതിയിൽ ഗ്രാഫ് പഠിത്തത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ പൈസ കിട്ടിയില്ലല്ലോ. അങ്ങനെ എനിക്ക് ആക്സിസ് ബാങ്കിൽ ആ സമയത്ത് ജോലി കിട്ടി. അങ്ങനെ ബാങ്കിൽ നിന്ന് അസിസ്റ്റന്റ് മാനേജറായിട്ടായിരുന്നു പ്ലേസ്മെന്റ്. ആ പൈസ സ്വരുക്കൂട്ടി ബാങ്കിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. വീഡിയോ പെട്ടെന്ന് വൈറലാവാൻ തുടങ്ങി. അവിടുത്തെ അടുത്തടുത്ത് വേറെ കുറെ ഷോപ്സ് സ്റ്റാർട്ട് ആയില്ലേ? വന്നു, നമ്മളുടെ വീഡിയോസ് കണ്ട് വേറെ കുറെ ആൾക്കാർ ഷോപ്പ് സ്റ്റാർട്ട് ആയി. ഇപ്പൊ ഇനി അവിടെ പുതിയൊരു ഷോപ്പ് വരാൻ സ്ഥലമില്ല, അത്രയ്ക്ക് റഷ് ആയ. അതെ. അപ്പൊ ഫസ്റ്റ് ഹെൽപ്പ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് ഇത്രയും ഹിറ്റ് ആകും എന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞങ്ങളെല്ലാം ഒരു സ്മോൾ സ്കെയിലിൽ തുടങ്ങി. പിന്നെ വീട്ടിൽ നിന്ന് ഒട്ടും എനിക്ക് സപ്പോർട്ട് ഇല്ലായിരുന്നു. പ്രത്യേകിച്ച് റോഡ് സൈഡിൽ കൂടെ തുടങ്ങുന്നെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് സിവിൽ സർവീസ് ഡ്രോപ്പ് ചെയ്തിട്ട് ആ ഷോക്കാണ് ഇപ്പോഴും. അതുകൊണ്ട് അവരാരും ഇതുവരെ വന്നിട്ടില്ല ഇങ്ങോട്ട്. ഞാൻ കട എടുത്ത് മാറിയിട്ടേ അവരെന്നെ കാണാൻ വരത്തുള്ളൂ എന്നും പറഞ്ഞ് ആ ഒരു വാശിയിലാണ് ഇരിക്കുന്നത്. അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല. കാരണം പഠിത്തത്തിന് വേണ്ടി എത്ര പൈസ വേണേലും അവർ മുടക്കുന്ന ഒരു ഫാമിലിയാണ്. എനിക്ക് ഒത്തിരി പത്രങ്ങളും ബുക്സും ഏറ്റവും നല്ല അക്കാഡമിയിലൊക്കെയാണ് എന്നെ കൊണ്ട് ചേർത്തത്. അപ്പൊ അവർക്ക് ആ മെന്റലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഈ ചെയ്യുന്നതിനോട്. പക്ഷെ ഇപ്പൊ ഇവിടെ വരുന്നെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതൊരു ഷോക്കായിരുന്നു. ഞാൻ ലിങ്ക് അയച്ചു കൊടുത്തു. അമ്മയൊക്കെ എല്ലാ മാസവും ഇരുന്ന് കാണുന്ന ചാനലിൽ ഇന്നത്തോട്ട് ഞാൻ വരുന്നു, ഞാൻ ഗസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞ് അയച്ചു കൊടുത്തപ്പോ നീ ഗസ്റ്റാ. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതുവരെ എന്റെ ബർഗർ കഴിക്കാൻ വന്നിട്ടില്ലല്ലോ, ഞാൻ ആർക്കാ ബർഗർ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നത് നോക്കി കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞിട്ടാ വന്നു. അപ്പൊ ചേച്ചി ഇതെങ്ങനെ കണ്ടുപിടിച്ച്? ഞങ്ങൾ ഒത്തിരി ഷോപ്സിൽ പോയി പ്രിപ്പയർ ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതുണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സ്ഥലത്ത് ഞങ്ങൾ തന്നെ പൈസ മുടക്കി ബർഗർ കഴിച്ച് സാമ്പിൾ എടുത്ത് നോക്കി. അങ്ങനെ നമ്മളൊരു റെസിപ്പി പതുക്കെ കണ്ടുപിടിച്ച് കൊണ്ടുവന്നു. ഒത്തിരി വട്ടം തോറ്റുപോയി. അവസാനം ഈ റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത്. ചീസ് ഇട്ട് എടുക്കേണ്ട സമയമായി. ചീസ് ഇടാൻ നമുക്ക്. അപ്പൊ ഇനി എന്താ വേണ്ടത്? ഇനി ഒന്നും വേണ്ട. ചീസ് പ്ലേറ്റിലോട്ട് മാറ്റി. അപ്പൊ ഒരു പ്ലേറ്റ് എടുത്തു. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ കനലടുപ്പിലൊക്കെ ചെയ്യുന്നത്. ഞാൻ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമേ ഇങ്ങനെ തീരും ചുള്ളിക്കമ്പൊക്കെ വെച്ച് ചെയ്തിട്ടുള്ളൂ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് മാത്രമേ അടുപ്പത്ത് നിന്ന് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ. മാളും അത്രയും കൊതിച്ചിരുന്നിട്ട് ഇനി തരുമ്പോ കുളവായാലോ എന്നുള്ള പേടി എനിക്ക്. അല്ല ഇപ്പൊ കഴിക്കാനല്ല മാളു, ഇതിലിടാനുള്ളതാ. ഇതെങ്ങനെ പൊട്ടിക്കും? ഇതിങ്ങനെതാ. പിന്നെ എന്ത് ഉദ്ദേശത്തിലാണ് നീ വാങ്ങിച്ചത്? ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ട്, അത് പതുക്കെ ഇളക്കിയാൽ മതി. നീ എന്ത് ഉദ്ദേശത്തിലാണ് വാങ്ങിച്ചത് മാളു? കണ്ട വൺ സൈഡ് ചെയ്താൽ മതി. വൺ സൈഡ്. എന്നിട്ട് ഞാൻ ചെയ്യാം ഒരറ്റത്തുനിന്ന് അത്ര മതി, അത്ര മതി. നാളെ മുതൽ ഞങ്ങളെ ഉണ്ടാവൂലേ? അല്ലെങ്കിലും അമ്മായിക്കും മാളൂനും ഇവിടെ വിരുന്നുകാർ വരുന്ന ഭയങ്കര ഇഷ്ടം. അപ്പൊ അത് കാരണം ഞാൻ കഴിയണതും പറയില്ല, അവരെ സർപ്രൈസ് ആക്കും. പ്ലേറ്റിലോട്ട് മാറ്റട്ടെ. ഇനി നമുക്ക് ഇതേ വിധത്തിൽ തന്നെ ബണ്ണും കൂടെ ചൂടാക്കി എടുക്കാം. ഓക്കെ. ആദ്യം 3 എടുത്ത് വെച്ചാൽ മതിയോ? ഇത് ഒരു പ്ലേറ്റ് വേണമായിരുന്നു. ഇതൊന്നും മുറിച്ച് വെക്കാം. മാളു ഒരു പ്ലേറ്റ് തരൂ. മനസ്സിലായി. അപ്പൊ ഇത് ഇവിടെ വെച്ച് വന്ന് കഷ്ടപ്പെടണ്ട. വന്നു കുഞ്ഞി കയ്യല്ലേ? ആണെന്നേ. എന്റെ കൈ എന്ത് വലുതാ? ഓ ചേച്ചിങ്ങാട്ടി വലിയ കൈ. എന്തേ തീക്കിരി കൈ, കൈ. നമുക്ക് ആദ്യമായിട്ടല്ലേ ഇങ്ങനെ വേറെ ഒരാള് ഫുഡ് ഉണ്ടാക്കി തരാം. നമ്മൾ ഇത്ര ഇൻട്രസ്റ്റോടെ നോക്കി നിൽക്കുന്നതും ആദ്യമായിട്ടാണ്.
ഞങ്ങൾ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുകയാണ്. അതെ, അതാണ് ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ പ്ലേറ്റ് ആണോ അവർക്ക്? ഇനി ഉണ്ടാക്കി വെക്കാൻ വേറെ വല്ല പ്ലേറ്റ് വേണോ? വേണം. വേണം. അല്ലെങ്കിലും മാളുവിന് അടുപ്പിന്റെ അടുത്ത് നിൽക്കാൻ ഇഷ്ടല്ലേ? മാളു ഇടയ്ക്കിടയ്ക്ക് ഓടിച്ചു വിടും മാളുവിനെ. ഇനി നമുക്ക് ഒരു സാലഡ് ഇതിനകത്ത് മിക്സ് ചെയ്യണം. ഓക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് ബണ്ണ് ചൂടാക്കാം. ശരി. ഇനി ചൂടാക്കണം? അപ്പർ പോർഷൻ ചൂടാക്കിയില്ലല്ലോ. ഓക്കെ ഓക്കെ ഓക്കെ. എന്നെ പറ്റി എന്താ കുറ്റം പറഞ്ഞ? അല്ല, നിനക്ക് അല്ലെങ്കിൽ അടുപ്പിന്റെ ചോട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ലല്ലോ. എന്താ ഒരു സാലഡ് ഉണ്ടടാ, അതും കൂടെ നമുക്ക് അതിനകത്തോട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ തിരക്കൊക്കെ ഉണ്ടായ പാടല്ലേ ചേച്ചിനെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചാ? ഇല്ലടാ, നമുക്ക് അവിടെ സ്റ്റാഫ് ഉണ്ട്. കല്ലിലെ ജോലി മാത്രം ഞാൻ എടുത്താൽ മതി. ബാക്കി ബണ്ണ് കട്ടിങ്ങും ഫില്ല് ചെയ്യുന്നൊക്കെ വേറെ ടീമുണ്ട് നമുക്ക്. എന്റെ റോള് പാറ്റി പ്രിപ്പയർ ചെയ്യലും കസ്റ്റമേഴ്സ് വരുമ്പോ ചിരിച്ചു കാണിക്കൽ, അവരെന്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് വീഡിയോ എടുക്കൽ, റിവ്യൂ എടുക്കൽ. എല്ലാ ദിവസവും ഞങ്ങൾക്ക് 4 മണിക്കാണ് സാധാരണ ലെറ്റീവ്സ് വരാറ്. സൂപ്പർ മാർക്കറ്റിലും വരാറ്. ഇതിന്ന് ഒത്തിരി എടുത്ത് തപ്പിയിട്ടാണ് ഒപ്പിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലെറ്റ്യൂസ്. ഈസിയാണ് സംഭവം, പക്ഷെ ടേസ്റ്റി ആവണം. അതിന് ഞാൻ തന്നെ പറഞ്ഞു. ഇനി നമുക്ക് ബണ്ണിന്റെ അപ്പർ ചൂടാക്കാനിടാം. ഓക്കെ. അത് അവിടെ ഇരുന്ന് ഫില്ലാവുന്ന ടൈമിൽ കുറച്ചും കൂടെ ഡെക്കറേഷൻ പെൻഡിങ് ഉണ്ട്. എന്റെ റെസിപ്പി നീ കഴിക്കാണ്ടിരിക്കുവോ? ഇല്ല, രണ്ടും കഴിക്കുന്നുള്ളൂ. ട്രിവാൻഡ്രത്ത് വന്നിട്ടും ചില വേർഡ്സ് ഒക്കെ ആലപ്പുഴ സ്ലാങ് അതെ അതെ അതെ, ചിലതുണ്ട്. എന്തരൊക്കെ ആദ്യമായിട്ട് കേൾക്കുന്ന തിരുവനന്തപുരത്ത്. നമ്മൾ എന്തുവാ എന്താ മാളു, അങ്ങനെ നമ്മൾ ഇവിടെ എന്തൊരു മാളു. ഇല മാത്രമേ ഉള്ളൂ, ചിക്കൻ ഇല്ല. അപ്പൊ ഇതെടുത്ത് തിരിച്ചു വെക്കുവാണേ. കംപ്ലീറ്റ് ആയി നമ്മളെ പ്രോസസ്സ്. ഓക്കെ, സൂപ്പർ സൂപ്പർ, അടിപൊളി. ഓക്കെടാ, നമുക്ക് അമ്മായിനെ കൂടെ വിളിക്കാം. വിളിക്കാം, നമുക്ക് സ്വസ്ഥമായിട്ട് പോയിരുന്ന് കഴിക്കാം. പൊന്നുപോലെ കൊണ്ടുവയ്ക്കും. പൊന്നുപോലെ കൊണ്ടുപോകാം. മാളു, നീ ഞെട്ടിയാ? പിന്നെ അല്ലാണ്ട് ഭാഗം ഞെട്ടിയിട്ടിരിക്കുക. ഞാൻ രാവിലെ അറിഞ്ഞു, ഇവളെന്റെ അടുത്ത് എല്ലാ കഥയും പറഞ്ഞു. കള്ളി, പെരുങ്കള്ളി. സംശയം തരും, നീ പേരും കള്ളി. ഞാനല്ല അമ്മായി. അല്ല, അപ്പൊ എനിക്കാ? മാളുവിന് തരും. അല്ലേ, അപ്പം വേറെ ഇല്ലല്ലോ, നമുക്ക് ഷെയർ ചെയ്താലോ? അല്ലല്ല, ഞാൻ എപ്പോഴും കഴിക്കുന്നത് ചേച്ചി. എപ്പോഴും പിന്നല്ലാണ്ട്. എന്നിട്ട് വണ്ണൊന്നും വെച്ചിട്ടില്ലല്ലോ. ഡ്രസ്സിലാവും മേ ബി. ഞാൻ പിച്ച് തന്നെ കഴിക്കാൻ. ചേച്ചിക്ക് അവിടെ പ്ലേറ്റ് ഉണ്ട്, രക്ഷപ്പെട്ടു ചേച്ചി. മാളു എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, സൂപ്പർ. സൂപ്പറടാ, അടിപൊളി. കിട്ടില്ല. കഴിച്ചോ കഴിച്ചോ, അതും കൂടെ എടുത്ത് കഴിച്ചോ. അമ്മ കടിച്ച് കഴിച്ചോ, ഇതിന്റെ ടേസ്റ്റ് വേറെ മനസ്സിലാവും. താങ്ക് യു. അടിപൊളി. മഴക്കാലായതുകൊണ്ടേ ഈച്ച നമ്മളെ വിട്ടു മാറണില്ല. അതെ അതെ, ഈച്ചയ്ക്ക് ഇഷ്ടപ്പെട്ടു. അതെ. അയ്യോ, രക്ഷയില്ല. സൂപ്പർ സാധനം. എന്നെ സംബന്ധിച്ചിടത്തോളം ഫുഡ് ഇഷ്ടപ്പെട്ട ഞാൻ വാ തുറക്കൂല. അല്ല മായി സംസാരിക്കൂല.
വാ തുറക്കാതെ ഫുഡ് എങ്ങനെ പോവും? അതാണ് സോറി അമ്മ നമ്മൾ പറഞ്ഞെന്തറിയോ, വളിപ്പ് വരാതിരിക്കാനാ. ചേച്ചിക്ക് എടുത്തരണം. താങ്ക് യു. എല്ലാവർക്കും എടുത്തരാം. കുറച്ച് പറ. താങ്ക് യു. പറയാൻ മാറ്റും. അല്ല, അമ്മായിയുടെ ഡയലോഗാണ് സ്ഥിരം, കുറച്ച്. ഞാൻ പറയൂല ഇപ്പൊ പറയൂല. ഐക്യമത്യ മഹാബലം. എന്റെ അമ്മ 3 എണ്ണമൊക്കെ. വേണ്ട. ബർഗർ കഴിച്ചിപ്പോ വയറ് നിറഞ്ഞിരിക്കുക. ശരിക്കും എനിക്ക് ഇതുവരെ വന്നിരിക്കുന്നതിൽ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നത് ഇന്നത്തെ ദിവസമാണ്. എന്താന്നറിയോ, ശരിക്കും ദേവിക്ക് വേണ്ടിയിരുന്നത് ചിക്കൻ അല്ലായിരുന്നു. ദേവി വീടൊക്കെ വിട്ട് മാറി വന്ന് നിൽക്കല്ലേ, ശരിക്കും നല്ല ഒന്നാന്തരം ചോറും മീൻകറിയിക്കും അല്ലേ. അയ്യോ ശരി. അമ്മയുടെ ഫുഡ് കഴിച്ചിട്ട് ഇപ്പൊ എത്ര മാസമായിരുന്നു. ഇതിപ്പോ ഏകദേശം ദേവി കഴിക്കുന്ന അതേ ഫുഡ് പോലെ തന്നെ. അതെ ഞാൻ സ്വിഗ്ഗി ഓർഡർ ചെയ്യുന്നത്. പക്ഷെ ഇവിടുത്തതല്ലേ, നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇതൊരു സ്പെഷ്യലാണ്. ഇത് ഓറഞ്ച് ചിക്കൻ ആണ്. ഓറഞ്ച് ചിക്കൻ ഫ്രൈ ആണ്. കഴിച്ചു നോക്കാം. അപ്പൊ ശരിക്കും ഇതിപ്പോ എനിക്ക് മനസ്സിന് എനിക്ക് ഭയങ്കര കുറ്റബോധം. അയ്യോ വിഷമിക്കണ്ടേ, ഒന്നും കൂടെ വരാം. വരണം. എനിക്ക് ഭയങ്കര വിഷമമായി പോയി. കാരണം ദേവി ഇവിടെ വന്ന് നിന്ന് പഠിച്ച് ചെയ്യാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ. പഠിച്ചത് അവിടെയല്ലേ? ഡിഗ്രി വരെ എവിടെയായിരുന്നു. സിവിൽ സർവീസ് പഠിക്കാനായിട്ട് ട്രിവാൻഡ്രത്ത് കാലുകുത്തിയതാ. പക്ഷെ ഇത് കൊള്ളാം. ഓറഞ്ച് ചിക്കനാ, ഓറഞ്ച് ഇട്ടാണ് ഉണ്ടാക്കിയ. കൊള്ളാം. ഇഷ്ടപ്പെട്ടോ? കൊള്ളാം. ഇവിടെ പിന്നെ ഇഷ്ടപ്പെട്ടാ മിണ്ടൂല. എന്താ സംസാരിക്കാൻ ഗ്യാപ്പ് കിട്ടത്തില്ല, കഴിച്ചോണ്ടിരിക്കും. ഈ ഓറഞ്ച് പിഴിഞ്ഞ് കഴിക്കണേ, നാരങ്ങ പിഴിയണ പോലെ. ഞാനിത് ആദ്യമായിട്ടാണ് കഴിക്കുന്നത്, ഓറഞ്ച് പിഴിഞ്ഞ്. ഇഷ്ടപ്പെട്ട അമ്മായി? ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ കാര്യം? ഞാൻ ഇഷ്ടപ്പെട്ട് കഴിക്കുമല്ലയോ. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നല്ല വൈബല്ലേ, എപ്പോഴും ഈ ഒരു സീ വ്യൂ ഒക്കെ കണ്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ട്. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ടടാ. ഞാൻ പറഞ്ഞ പോലെ തന്നെ, മാളൂരോട് ഞാൻ പറഞ്ഞ പോലെ, ഒരു പൂ ചോദിച്ചപ്പോ ഒരു പൂക്കാലം തന്നു എന്ന് പറഞ്ഞ പോലെ ഒരു 3 ബർഗറേ ചോദിച്ചുള്ളൂ. പക്ഷെ നീ നേരിട്ട് വന്ന് ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് സന്തോഷം. എനിക്ക് ഒരുപാട് സന്തോഷം. കാരണം ഭയങ്കര ഒരു പ്രിവിലേജ് ആണ്. ഞാൻ ഇങ്ങനെ ഒരു സിവിൽ സർവീസ് ഒക്കെ നിർത്തി സ്ട്രീറ്റിൽ ഒരു കുട്ടി കടയായിട്ടൊക്കെ നടത്തുമ്പം എനിക്കൊരു സെലിബ്രിറ്റി വിങ്സിലേക്ക് എൻ്റെ ബർഗർ ഡയറക്റ്റ് ഉണ്ടാക്കി എൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയത് ഒരു അച്ചീവ്മെന്റ് ആണ്. താങ്ക് യു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ടെൻഷൻ ആയിരുന്നു. ഇഷ്ടപ്പെട്ടു, നല്ല ഇഷ്ടമായി. അതുകൊണ്ട് അതിപ്പോ ചിക്കൻ അനങ്ങുന്നില്ല.